ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് വർക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെ മണ്ണുത്തിക്ക് അടുത്ത് മാടക്കത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് എപ്പോഴും ഉണ്ടാവും കൂടെ, അതുപോലെ തന്നെ എൻ്റെ മകളുണ്ടാവും, പിന്നെ എൻ്റെ ഒരു സ്റ്റാഫും ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും വർക്കിനൊക്കെ പോവുക. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ബ്രൈഡിൻ്റെ വീട് എത്തിയിട്ട്, അപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം ഇത് തന്നെയായിരുന്നു വീടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇപ്പോൾ സമയം 2 മണിയാണ് കേട്ടോ, പുലർച്ചെ. അപ്പം ഞങ്ങൾ അവിടെ എത്തി, മുറ്റത്തേക്ക് കാറ് കയറ്റി. പക്ഷേ ആരും സൗണ്ട് കേട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആരും കാണാണ്ടായപ്പോൾ എനിക്ക് കോൾ ചെയ്യേണ്ടി വന്നു കേട്ടോ. കോൾ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മ വേഗം ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്ന് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ബ്രൈഡ് ഫ്രഷ് ആവുകയെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് അവരുടെ ഇന്നലത്തെ പരിപാടിയുടെ ഇതുകളാണ് കേട്ടോ, ഹൽദി പരിപാടിയുടെ. അപ്പോൾ അതിൻ്റെ മേക്ക് ഓവർ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് കാണണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതാണ് അവരുടെ വീട് കേട്ടോ. അത് പണ്ടത്തെ 2 നില വീടില്ലേ, ഈ ഓട് വീടൊക്കെ, തറവാട് വീടൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു വീടാണ്. പണ്ടത്തെ വാതിലുകൾ കണ്ട, ജനലുകളൊക്കെ നോക്കി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ടു. അങ്ങനെ ഇരിക്കലേ കുട്ടി റെഡിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അവർ നമുക്ക് റൂം തന്നു. അപ്പോൾ റൂമിൽ നമ്മളെല്ലാം കൊണ്ടുവന്നതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇപ്പോൾ ബ്രൈഡിൻ്റെ സാരിയൊക്കെ ഞങ്ങൾ അയൺ ഫ്ലീറ്റ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രൈഡ് എത്തി. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഇന്നത്തെ ബ്രൈഡിൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ്. ഇന്ദുലേഖ വന്നിട്ട് BSc നേഴ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ദുലേഖയുടെ അമ്മയായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്നത്തെ മേക്കപ്പ് വന്നിട്ട് ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫേഷ്യൽ ഹെയർ കളയണം. അപ്പോൾ അത് ഫേഷ്യൽ ഹെയറൊക്കെ കളഞ്ഞ് ഫ്രഷാക്കി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹെയറിൻ്റെ കുസൃതികളാണ് കേട്ടോ ഇതൊക്കെ. ഈ വീഡിയോ എടുക്കൽ ആൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആൾ അതിൻ്റെ ഇടയിൽ കാണിക്കുന്ന ഓരോ കുസൃതികളാണ്. അപ്പം അങ്ങനെ നമ്മൾ ലെൻസൊക്കെ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ എപ്പോഴും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മേക്കപ്പിലൂടെയാണ് കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഐബ്രോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഈ ഇന്ദുലേഖ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് തന്നെയാണ് കേട്ടോ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആളുടെ സ്കിന്നിനെ പറ്റി നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഐബ്രോ ചെയ്തതൊക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടൊരു എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഐ മേക്കപ്പിലൂടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, അവസാനം വരെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിപ്പോൾ 70K സബ്സ്ക്രൈബേഴ്സായിട്ടോ. അപ്പോൾ അതിലെല്ലാവരോടും ഞാൻ ഒത്തിരി താങ്ക്സ് പറയണം. ഞാൻ അറിയാത്തവരും അറിയണവരൊക്കെ ആയിട്ട് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള പേയ്മെൻറ്റ് എനിക്ക് വന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വെറുതെ ചുമ്മാ ഒരു ഇതിൽ ഇട്ടതാണ്, പക്ഷെ അത് സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ വളരെയധികം സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രൈഡിൻ്റെ മേക്ക് ഓവർ കണ്ടിട്ട് വരാം. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന ഒരു പ്രചോദനമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാതെ ആരും പോവരുത്. ഒരു ലൈക്കെങ്കിലും തന്നിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. വീഡിയോ മുഴുവനായിട്ട് കാണണേ. എന്നിട്ട് അതിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇന്ദുലേഖയുടെ മേക്ക് ഓവർ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്.
നമ്മുടെ ബ്രൈഡിൻ്റെ അതായത് ഫ്ലവർ സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ടച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലവർ വന്നിട്ട് വേണിയും മുല്ലയും കൂടിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഇന്നത്തെ ഓർണമെൻറ്റ്സ് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ സാരി ആയാലും നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൗസിലെ വർക്ക് വന്നിട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ മുടിക്കോട് തന്നെയുള്ള അപർണ ബുട്ടിക്ക് എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് കേട്ടോ. ഇത് ഈ ക്യാമറയിൽ കാണാൻ അത്രയ്ക്ക് ഇതില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ഇതാണ് ഓവറോൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്ദുലേഖയുടെ ഓവറോൾ ലുക്ക്. രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നടക്കാനൊക്കെ ഇത്തിരി പേടിയായിരുന്നു, ചവിട്ടോ വീഴോ അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്റ്റെപ്പാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഇതിലാണ്, പക്ഷേ ഇറങ്ങാനുള്ള ഇതെങ്ങനെ ഇറങ്ങാമെന്നുള്ള ചോദിച്ചിട്ട് ടെൻഷനിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും ഫോട്ടോഗ്രാഫേഴ്സ് മുകളിലോട്ട് കയറി വന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നോക്കി ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ആ സ്റ്റെപ്പ് അങ്ങനത്തെ ഒരു സ്റ്റെപ്പായിരുന്നു, ശരിക്കും ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റെപ്പായിരുന്നു ഈ പണ്ടത്തെ വീടുകളിലെ. അങ്ങനെ എനിക്ക് ദക്ഷിണയും തന്നിട്ടാണ് കേട്ടോ ഇന്ദുലേഖ പോയത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വർക്കൊക്കെ കഴിഞ്ഞൊരു ദക്ഷിണയൊക്കെ തരികയെന്ന് പറയുമ്പോൾ ഭയങ്കര അധികം ഹാപ്പിയാണ്. അങ്ങനെ ഇന്ദുലേഖയുടെ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. ഇതാണ് പയ്യൻ ആർമിയിലാണ് കേട്ടോ. അങ്ങനെ അവർ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് കണ്ണിറയെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അവിടുന്ന് തിരിച്ച് പോകുന്നത്. എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു നിമിഷമൊക്കെ. ഈ കുറുമ്പൻകുട്ടനുണ്ടല്ലോ, ഞങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഹായ്, അവനവിടെ ഉണ്ടായിരുന്നു. നല്ല രസം, നല്ല പയ്യനെ, നല്ല രസമായിട്ട് ഞങ്ങൾ ക്യൂട്ടായി സംസാരിച്ച് അങ്ങനെ അവർ സ്റ്റേജിലോട്ട് കയറണം. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ അമ്മയും അച്ഛനുമാണ്, ഇന്ദുലേഖയുടെ അമ്മയും അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ.